മലയാള സിനിമയിൽ ഹൊറർ ജോണറിനൊരു പുതിയ സൗന്ദര്യശാസ്ത്രം നൽകി സംവിധായകനാണ് രാഹുൽ സദാശിവൻ. തന്റെ മുൻ ചിത്രങ്ങളായ ഭൂതകാലം, ഭ്രമയുഗം എന്നിവയിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച രാഹുൽ ഏറ്റവും പുതിയ ചിത്രമായ DSRയിലൂടെ തന്റെ കലാപരമായ ഒപ്പ് കൂടുതൽ ആഴത്തിൽ പതിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഹൊറർ സിനിമയെ എങ്ങനെ അനുഭവിക്കണം എന്നതിനെക്കുറിച്ചുള്ള രാഹുലിന്റെ കാഴ്ചപ്പാടുകൾ സിനിമ അനുഭവത്തെ തിയേറ്റർ കേന്ദ്രീകൃതമാക്കുന്നു. ഒരു ഹൊറർ പടം എപ്പോഴും രാത്രിയിലല്ലേ കാണേണ്ടത് എന്ന് രാഹുൽ ചോദിക്കുന്നത് കേവലം ഒരു ചോദ്യമല്ല, മറിച്ച് തന്റെ സിനിമകളുടെ പ്രീമിയർ ഷോകൾ രാത്രിയിൽ വെച്ചതിനെ ന്യായീകരിക്കുന്ന സിനിമാപരമായ ഒരു നിലപാടാണ്. കാരണം ഒരു ഹൊറർ സിനിമ രാത്രിയിൽ തിയേറ്ററിൽ കാണുന്ന അനുഭവം ഭീതിയുടെയും ആകാംക്ഷയുടെയും തലങ്ങളെ പരമാവധി ഉയർത്തുന്ന ഒന്നാണ്. ഭൂതകാലം പോലുള്ള വിജയകരമായ ഒരു ഹൊറർ അനുഭവത്തിന് ശേഷം DSRയുമായി വരുമ്പോൾ തനിക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന് രാഹുൽ സമ്മതിക്കുന്നു. പ്രത്യേകിച്ച് ഭ്രമയുഗം പോലുള്ള സിനിമകൾ ഏറെ ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ പുതിയൊരു അനുഭവം അവതരിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. DSRയുടെ ഏറ്റവും പുതിയ പ്രത്യേകതകളിലൊന്ന് അതിന്റെ സൗണ്ട് ഡിസൈൻ ആണ്. ഈ സിനിമയുടെ ശബ്ദം രൂപകൽപ്പന പൂർണ്ണമായും തിയേറ്ററിന് വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. രാഹുലിന്റെ വാക്കുകളിൽ, ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തിയേറ്ററിന് വേണ്ടി മാത്രമാണ്. തിയേറ്ററിൽ കിട്ടുന്ന അനുഭവം OTTയിൽ കിട്ടില്ല. ഒരു ഹൊറർ സിനിമയിലെ ഭയം പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ ദൃശ്യങ്ങളോടൊപ്പം ശബ്ദത്തിനും നിർണായകമായ പങ്കുണ്ട്. മികച്ച സൗണ്ട് ഡിസൈനും മ്യൂസിക്കിന്റെ പിന്തുണയും ഒരു സാധാരണ ഹൊറർ രംഗത്തെ പോലും ഭീകരമായ അനുഭവമാക്കി മാറ്റാൻ കഴിയും. രാഹുൽ സദാശിവന്റെ ഈ തിരിച്ചറിവാണ് തന്റെ സിനിമകളിലൂടെ പ്രാവർത്തികമാക്കുന്നത്. വലിയ സ്ക്രീനിലും മൾട്ടി ചാനൽ സൗണ്ട് സിസ്റ്റത്തിലും ലഭിക്കുന്ന അന്തരീക്ഷം OTT പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാവില്ല എന്നതിനാൽ രാഹുലിന്റെ സിനിമകൾ തിയേറ്റർ അനുഭവം അനിവാര്യമാക്കുന്നു. DSRയിലെ പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി തിരഞ്ഞെടുത്തതിനെ കുറിച്ച് രാഹുൽ സംസാരിക്കുന്നത് പ്രണവിലെ നടന്റെ സാധ്യതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. പ്രണവിന് ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. അത് അവൻ എന്നോട് മുൻപും പറഞ്ഞിട്ടുണ്ട്. പ്രണവിന്റെ ഈ താല്പര്യം മനസ്സിൽ കണ്ടാണ് ഈ സിനിമയിലെ കഥാപാത്രം താൻ എഴുതിയതെന്നും രാഹുൽ പറയുന്നു. പ്രണവിന്റെ സ്വാഭാവികമായ അഭിനയ ശൈലിയും താരജാടകളില്ലാത്ത വ്യക്തിത്വവും ഡാർക്ക് ഷെയ്ഡുകൾക്കുള്ള സാധ്യതയും കഥാപാത്രങ്ങളുമായി കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന രസതന്ത്രം സിനിമയുടെ വിജയത്തിന് നിർണായകമായി. ഈ കഥാപാത്രത്തിലൂടെ പ്രണവ് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് കാഴ്ചവെച്ചു എന്ന് പ്രേക്ഷക പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നു. രാഹുൽ സദാശിവൻ തന്റെ സിനിമകളിലൂടെ ചെയ്യുന്നത് മലയാള സിനിമയിലെ പരമ്പരാഗത ഹൊറർ സിനിമകളുടെ ടെംപ്ലേറ്റുകൾ തകർത്തെറിയാനുള്ള ശ്രമമാണ്. ഹൊറർ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ടെംപ്ലേറ്റുകൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ രീതിയിലുള്ള കഥകൾ പറയാൻ ശ്രമിക്കണം. എല്ലാ സിനിമയിലും ഒരു പുതുമയുണ്ടാവണം. അത് സൗണ്ട് ഡിസൈനിലായാലും മ്യൂസിക്കിലായാലും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ ഭൂതകാലം ഒരു വീടിനുള്ളിൽ നടക്കുന്ന സൈക്കോളജിക്കൽ ഹൊറർ ആയിരുന്നുവെങ്കിൽ ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം മേക്കിലൂടെ മലയാള സിനിമയിൽ ആദ്യമായി ഒരു പരീക്ഷണ സിനിമയുടെ സാധ്യതകൾ തുറന്നു. ഈ താല്പര്യമാണ് DSRയിലും അദ്ദേഹം പിന്തുടർന്നത്. ഓരോ സിനിമയിലും കഥാപാത്രങ്ങളെ പരമാവധി റൂട്ടഡ് ആക്കാൻ ശ്രമിക്കുന്നതിലൂടെ പ്രേക്ഷകർക്ക് അവരുമായി വൈകാരികമായി ബന്ധപ്പെടാൻ സാധിക്കുന്നു. DSRയിലെ കഥാപാത്രങ്ങൾ വ്യത്യസ്ത ക്ലാസ്സുകളിൽ ഉള്ളവരും വ്യത്യസ്ത ഇമോഷൻസ് ഉള്ളവരുമാണ്. ഈ ഇമോഷൻസിലൂടെയാണ് ഓരോ സിനിമയും മുന്നോട്ട് പോകുന്നതെന്ന രാഹുലിന്റെ കാഴ്ചപ്പാട് ഹൊറർ സിനിമകൾക്ക് കേവലം ജമ്പ് സ്കെയറുകൾക്കപ്പുറം വൈകാരികമായ ആഴം നൽകാൻ സഹായിക്കുന്നു. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളെ കുറിച്ചും രാഹുൽ സംസാരിക്കുന്നുണ്ട്. അരുണിനെ വ്യക്തിപരമായി അറിയാമെന്നും ജിബിനെ കാസ്റ്റിംഗ് സമയത്താണ് പരിചയപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് താൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് നൽകിയിട്ടില്ലെന്ന് രാഹുൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ലാലേട്ടൻ കുടുംബസമേതം DSR കണ്ടിട്ട് ഒരുപാട് സന്തോഷം അറിയിച്ചുവെന്നത് അദ്ദേഹത്തിന് ലഭിച്ച വലിയ അംഗീകാരമാണ്. ഹൊറർ കോമഡി സിനിമകൾ ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് നിലവിൽ തനിക്ക് ഐഡിയ ഇല്ലെന്നും എന്നാൽ അത്തരം സിനിമകൾ കാണാൻ ഇഷ്ടമാണെന്നും അദ്ദേഹം പറയുന്നു. തുടർന്നും ഹൊറർ സിനിമകൾ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടെന്നും രാഹുൽ സദാശിവൻ സൂചിപ്പിച്ചു. രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ മലയാള സിനിമയിലെ ഹൊറർ സിനിമകൾക്ക് നൽകിയത് സാങ്കേതിക തികവും മാനസികമായ ആഴവുമുള്ള ഒരു പുതിയ സമീപനമാണ്. DSR പോലുള്ള ചിത്രങ്ങളിലൂടെ അദ്ദേഹം ഹൊറർ സിനിമകളെ തിയേറ്ററുകൾക്ക് അനിവാര്യമായ അനുഭവമാക്കി മാറ്റുന്നു. പ്രണവ് മോഹൻലാലിന്റെ കരിയറിലെ നിർണായക വഴിത്തിരിവായി മാറിയ ഈ ചിത്രം രാഹുലിന്റെ ഭീതിയുടെ സൗന്ദര്യ ശാസ്ത്രത്തിന്റെ വിജയമാണ്.